മക്കൾസ്, എല്ലാവർക്കും 2026-27 വർഷത്തിലെ പുതിയ ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഫുൾ മാർക്കോട് കൂടി തന്നെ SLC പരീക്ഷ പാസ്സാകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കേഷൻ സമയത്ത് കളിക്കണം ഒക്കെ വേണം. ഒപ്പം തന്നെ പഠന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാമർ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ഹിന്ദിയിൽ നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും സെന്റൻസ് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ 8th 9th വരെ പഠിച്ച ഗ്രാമറിൽ നിന്ന് ഉയർന്ന് കുറേ ഗ്രാമറുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് SSLCയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെന്റൻസുകൾ കൃത്യമായിട്ട് എഴുതാൻ കഴിയുക. അങ്ങനെ നോക്കുക, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, വിഭക്തി പ്രത്യയങ്ങൾ പഠിച്ചു, സർവനാമങ്ങൾ പഠിച്ചു, കൂടിച്ചേരുമ്പോഴുള്ള മാറ്റങ്ങൾ പഠിച്ചു. പക്ഷെ നമ്മൾ പഠിക്കാതെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ടെൻസ് പഠിക്കണം, ടെൻസുകൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹിന്ദിയിൽ നമ്മൾ അതിന് പറയുന്നത് കാൽ എന്നാണ്, മലയാളത്തിൽ നമ്മൾ കാലം എന്നാണ് പറയുന്നത്. മക്കളെ, എന്താണ് കാലം എന്ന് പറഞ്ഞാൽ? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാൽ എന്ന് ഹിന്ദിയിൽ പറയുന്നു, ടെൻസ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ നമ്മൾ പറയും, ഓ, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം. ഒരാൾക്കൊരു ദുരന്തം, ട്രാജഡി സംഭവിച്ചാൽ നമ്മൾ പറയും, ഓ, ആ കുടുംബത്തിൻ്റെ ഒരു കഷ്ടകാലം. നല്ല കാലത്തിലെ നല്ലത് നമുക്ക് മനസ്സിലായി, കഷ്ടകാലത്തിലെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലായി. രണ്ടിലും കാലം ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് കാലം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? കാലം എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് അർത്ഥം. അപ്പോൾ കഷ്ടകാലം കഷ്ടപ്പാടിൻ്റെ സമയം, നല്ല കാലം നല്ല സമയം എന്നാണ്. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം എന്നാണ് അർത്ഥം. ഈ സമയത്തെ നമുക്ക് എത്രയായി തരംതിരിക്കാം? അടിസ്ഥാനപരമായിട്ട് എത്രയായി തരംതിരിക്കാം? അടിസ്ഥാനപരമായിട്ട് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. കഴിഞ്ഞുപോയ സമയമെന്നും നടക്കുന്ന സമയമെന്നും നടക്കാനിരിക്കുന്ന സമയമെന്നും നമുക്ക് ഇങ്ങനെ 3ആയി തരംതിരിക്കാം, ഇല്ലേ? ഈ കഴിഞ്ഞുപോയ സമയത്തെ നമുക്ക് ഭൂതകാലം എന്ന് വിളിക്കാം. കഴിഞ്ഞുപോയ സമയത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഭൂതകാലം എന്ന് വിളിക്കാം. കഴിഞ്ഞുപോയ സമയത്ത് നമുക്ക് ഭൂതകാലം എന്ന് വിളിക്കാം. ഭൂതം എന്ന വാക്കിന്റെ അർത്ഥം ചെകുത്താൻ എന്ന അർത്ഥമല്ല. ഭൂതം എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞു പോയത് എന്നാണ്. അപ്പൊ ഭൂതം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയത് വരുന്നു എന്നാണ്. കഴിഞ്ഞു പോയത് വരുമോ? ഇല്ല, തോന്നൽ മാത്രമാണ്. അപ്പോൾ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമയം എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നീട് വരുന്ന വർത്തമാനകാലം എന്നാണ്. വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുന്നത് എന്നാണ്. വർത്തമാനം എന്ന വാക്കിന് സംസാരിക്കുന്നത് എന്ന അർത്ഥമില്ല. ചില ആളുകൾ പറയും വർത്തമാനം എന്ന്. വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പറയരുത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയാ, ഇവിടെ ആരും വർത്തമാനം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസാരിക്കരുത് എന്നല്ല, നടക്കുന്നത് പറയരുത് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഭൂതവും ഭാവിയും പറഞ്ഞോളാം എന്ന് പറയണം. അപ്പോൾ വർത്തമാനം എന്ന് പറഞ്ഞാൽ സംസാരം എന്നല്ല, പറയുക എന്നുള്ളതാണ് സംസാരം. അപ്പോൾ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സമയം, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നടക്കുന്ന സമയം, ഭാവി കാലം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഭൂതം കഴിഞ്ഞത്, വർത്തമാനം നടക്കുന്നത്, ഭാവി വരാനുള്ളത് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കൂ, ഇന്നലെയും പിറകോട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് ഭൂതകാലമാണ്. ഓക്കെ, നാളെ മുതൽ അങ്ങോട്ടുള്ളതെല്ലാം ഭാവി കാലമാണ്. എന്നാൽ ഇന്ന് നമുക്ക് എന്താണ്? വർത്തമാനകാലമാണ്. ഇന്ന് നമ്മൾ എന്താണ്? വർത്തമാനകാലം. ഇങ്ങനെയാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞു പോയത് ഭൂതകാലമാണ്. അങ്ങനെയാണ് ഇന്നലെയൊക്കെ ബാക്കോട്ടൊക്കെ ഭൂതകാലമാണ്, നമ്മൾ സമ്മതിച്ചു. വരാനുള്ളത് ഭാവി കാലമാണ്. നാളെ മുതൽ അങ്ങോട്ടുള്ളതൊക്കെ ഭാവി കാലമാണ്. എന്നാൽ നടക്കുന്നതാണ് വർത്തമാനകാലം. ഇന്ന് നമുക്ക് വർത്തമാനകാലമല്ലേ? ആണ്. എന്നാൽ ഇന്ന് മുഴുവൻ വർത്തമാനകാലമാണോ? ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കഴിഞ്ഞു പോയില്ലേ? അപ്പൊ അത് ഭൂതകാലമല്ലേ? ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഡിന്നർ കഴിക്കും, അത് വരാനിരിക്കുന്നതല്ലേ? അപ്പോൾ അത് ഭാവി കാലമല്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഭൂതകാലവുമുണ്ട്, ഇന്ന് തന്നെ ഭാവി കാലവുമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞാൽ അതെല്ലാം ഭൂതകാലമല്ലേ? അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളതെല്ലാം ആണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞ് വരാനുള്ളതെല്ലാം ഭാവി കാലമല്ലേ? ആണ്. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള നടുക്കുള്ള ഒരു സെക്കൻഡ്, അത് മാത്രമാണ് വർത്തമാനകാലം. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയാണോ? അല്ല. അപ്പൊ നമ്മൾ എന്താണ് വർത്തമാനകാലത്തെ നമ്മൾ കൃത്യമായി ഇന്ന് മുഴുവൻ വർത്തമാനകാലമല്ല. ഈ ധാരണ തന്നെ തെറ്റാണ്. കഴിഞ്ഞതെല്ലാം ഭൂതകാലമാണ്, വരാനുള്ളതെല്ലാം ഭാവി കാലമാണ്. എന്നാൽ ഇന്ന് മുഴുവൻ വർത്തമാനകാലം എന്നല്ല, നടക്കുന്നതൊക്കെ വർത്തമാനകാലം എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞു പോയാൽ അത് ഭൂതകാലമാണ്, ഒരു സെക്കൻഡ് കഴിഞ്ഞു വരാനുള്ളത് ഭാവി കാലമാണ്. നടുക്കുള്ള ഒരു സെക്കൻഡ് അല്ലേ വർത്തമാനകാലം എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ അങ്ങനെയാണോ? അല്ല. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇതെല്ലാം നമുക്ക് ഭൂതകാലമാണ്, കഴിഞ്ഞുപോയി. ഒരു സെക്കൻഡ് കഴിഞ്ഞ് വരാനുള്ളതെല്ലാം തന്നെ നമുക്ക് ഭാവി കാലമാണ്. അപ്പൊ ഭൂതകാലം എവിടെ? ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞു പോയാൽ ഭൂതകാലം, ഒരു സെക്കൻഡ് കഴിഞ്ഞ് വരാനുള്ളത്
ഭാവി കാലം. അങ്ങനെയാണെങ്കിൽ വർത്തമാനകാലം എവിടെ? വർത്തമാനത്തിൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ, കുറഞ്ഞ സ്ഥലം ഉണ്ടാവും. എന്നാൽ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് നമുക്ക് ഭൂതകാലമാണ് എങ്കിൽ, ഇത് നമുക്ക് ഭാവി കാലമാണ് എങ്കിൽ, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഈ സെന്ററിലുള്ള ഈ സ്പേസും ഭൂതകാലത്തിലെ കുറച്ച് ഏരിയയും ഭാവി കാലത്തിലെ കുറച്ച് ഏരിയയും എല്ലാം ഉൾപ്പെടുന്നതാണ് വർത്തമാനകാലം. അപ്പോൾ വർത്തമാനകാലത്തിൽ ഭൂതകാലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വർത്തമാനകാലത്തിൽ ഭൂതകാലത്തിന്റെ അംശമുണ്ട്, വർത്തമാനകാലത്തിൽ ഭാവി കാലത്തിന്റെ അംശവുമുണ്ട്. എന്നാൽ ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞു വല്ലത് ഭൂതകാലമാണ്, ഒരു സെക്കൻഡ് കഴിഞ്ഞ് വരാനുള്ളത് ഭാവി കാലമാണ്. ഇതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് തോന്നില്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നും കൃത്യമായിട്ട്. ഇതിൽ നമ്മൾ അല്പം മാത്രമേ ഉള്ളൂ, ഏറ്റവും കൂടുതലായിട്ട് ഭൂതകാലമാണ്, പിന്നീടുള്ളത് ഭാവി കാലമാണ്, കുറഞ്ഞ മാത്രയിൽ മാത്രമേ വർത്തമാനകാലമുള്ളൂ എന്ന് പറയുന്ന ആ വർത്തമാനകാലത്തിൽ തന്നെ നമുക്ക് എത്ര തരംതിരിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വർത്തമാനകാലം ഉപയോഗിക്കുന്നതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വർത്തമാനകാലം ഉപയോഗിക്കുന്നു. ഈ വർത്തമാനകാലം അങ്ങനെ നോക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ വർത്തമാനകാലം 3 എണ്ണം ഉണ്ട്. 3 വർത്തമാനകാലം ഉണ്ട്. എങ്ങനെ? രാവിലെ നടക്കുന്നത്, ഉച്ചയ്ക്ക് നടക്കുന്നത്, വൈകുന്നേരം നടക്കുന്നതാണോ? അല്ല. അതായത് വർത്തമാനകാൽ 3 പ്രകാർ ഹേ. വർത്തമാനകാലം 3 പ്രകാരത്തിലുണ്ട്. സാമാന്യ വർത്തമാനകാൽ. എന്താണ് സാമാന്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം? പൊതുവായ വർത്തമാനകാലം. താൽക്കാലിക വർത്തമാനകാലം എന്താണ്? തൽക്കാലമുള്ള നടക്കുന്ന കാര്യം എന്നാണ്. സന്ദിഗ്ധ വർത്തമാനകാലം എന്താണ്? വ്യക്തതയില്ലാത്ത സംശയം ജനിപ്പിക്കുന്ന വർത്തമാനകാലം എന്നാണ്. അപ്പൊ നമുക്ക് പൊതുവായ വർത്തമാനകാലം, തൽക്കാലമുള്ള വർത്തമാനകാലം, സംശയ വർത്തമാനകാലം എന്നിങ്ങനെ വർത്തമാനകാലത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. നാം നിത്യജീവിതത്തിൽ പറയുന്ന ഓരോ വാക്കുകളും ഇതിൽ ഏതിലേക്ക് ഉൾപ്പെടുന്നു, അതിനെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ഒരു ടെൻസിൽ നിങ്ങൾ എന്തെങ്കിലും സെന്റൻസ് എഴുതുന്നു, അത് പോരാ. ഭൂതകാലത്തിൽ 1 എഴുതുന്നു, അത് പോരാ. ഭൂതകാലം 6 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്, ഭാവി കാലം 2 എണ്ണം പഠിക്കാനുണ്ട്. ഈ കൃത്യമായ ബോധമില്ല എങ്കിൽ ഞാൻ നിത്യജീവിതത്തിൽ പറയുന്ന ഏതെല്ലാം വരികളാണ് സാമാന്യ വർത്തമാനകാലത്തിലേക്ക് വരേണ്ടത്, ഏതൊക്കെയാണ് താൽക്കാലിക വർത്തമാനകാലത്തിലേക്ക് വരേണ്ടത്, ഏതൊക്കെയാണ് സന്ദിഗ്ധ വർത്തമാനകാലത്തിലേക്ക് വരേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ടെൻസ് പഠിച്ചിട്ട് ആ ടെൻസ് ഉണ്ടാക്കാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഏത് വാക്കുകളാണ് ഈ വരിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ഐഡിയ ഇല്ലാതായി പോകും. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു ഹിന്ദി നാട്ടിൽ പോയി സംസാരിക്കുമ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ് അതുപോലെ ആ ഭാഷയിൽ മാറ്റണമെങ്കിൽ ഞാൻ പറയുന്ന ഏതെല്ലാം വരികളാണ് ആ കാലങ്ങളിലേക്ക് വരുന്നത് കൃത്യമായിട്ട് പഠിക്കണം. സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്. ഈ സാമാന്യ വർത്തമാനകാലത്തിന്റെ ഡെഫിനിഷൻ കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. നടക്കുന്ന കാലമാണല്ലോ വർത്തമാനകാലം. അതിൽ 1ാമത്തെ കാലം സാമാന്യ വർത്തമാനകാലം. സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ നേരെ വിരുദ്ധമാണ്. പറയുന്ന സമയത്ത് നടന്നുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ എന്താ സാറേ നിങ്ങൾ പറയുന്നത്? ഇത് വർത്തമാനകാലത്തെ കുറിച്ചല്ലേ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്? അതെ. എന്നിട്ട് എന്താ പറയുന്നത്? സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് നടന്നുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പൊതുവേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പ്രപഞ്ച സത്യങ്ങളുമായ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാമാന്യ കാലം ഉപയോഗിക്കുന്നത്, സാമാന്യ വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. നമ്മൾ 2 പേർ സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ നമ്മൾ ബസ് സ്റ്റാൻഡിലോ നിൽക്കുകയാണ്. അപ്പോൾ നീ എങ്ങോട്ടേക്കാണ്? ഞാൻ തിരുവനന്തപുരത്തേക്കാണ്. നീ എങ്ങോട്ടേക്കാണ്? ഞാൻ ബാംഗ്ലൂരേക്കാണ്. ഓക്കെ, 2 പേരും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. നിന്റെ ബസ് എപ്പോഴാണ്? എൻ്റെ ബസ് 10:30ക്കാണ്. നിൻ്റെതോ? എനിക്കും 10:30ക്കാണ്. ഇപ്പം എത്രേ? 9:45 ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. 2 പേരും ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നതെങ്കിൽ അവർ 2 പേരും ഇഷ്ടമുള്ള വിഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് ചോദിക്കണം, അല്ലടാ നീ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പോൾ അവൻ പറയുന്നു, എടോ ഞാനിപ്പോൾ പൊറാട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ പറയുക? സൗഹൃദം അവിടെ തെറ്റി. അവൻ പറയുന്നു, ഞാനിപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അയാൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല, അന്ന് അയാൾക്ക് ലീവാണ്, ഹോട്ടലിൽ നിന്ന് ഇവരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്ന കാര്യം ആ സമയത്ത് നടക്കുന്നില്ല, നടക്കുന്നതോ പറയുന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൊതുവായ കാര്യം, അത് ഞാനിപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറയുന്നവരും അദ്ദേഹം മാസങ്ങളോളായി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഭൂതകാലങ്ങളിലുണ്ട്, ഇനിയും കുറേ കാലം കമ്പനിയിൽ വർക്ക് ചെയ്യും, പക്ഷെ ഇന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാമാന്യ വർത്തമാനകാലത്തിലാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട് അല്ലേ? ഹലോ എന്തൊക്കെ ഉണ്ട് നല്ലതന്നെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ റോഡിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നു, ഷേക്കിന് എടുക്കും പറയുന്നല്ലോ ഇല്ല. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ പറയുമ്പോൾ പറയുന്ന സമയത്ത് പറയുന്ന കാര്യം നടന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അയാളുടെ ജീവിതത്തിൽ പൊതുവായി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാമാന്യ വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുക. ആ കാലം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൽ ഏതൊക്കെ വാക്കുകൾ പ്രയോഗിക്കണമെന്ന് പഠിക്കണം. അടുത്തത് താൽക്കാലിക വർത്തമാനകാലമാണ്. താൽക്കാലിക വർത്തമാനം എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് പറയുന്നത് എന്തോ അത് നടന്നുകൊണ്ടിരിക്കണം, അതാണ് താൽക്കാലിക വർത്തമാനകാലം. ഓക്കെ, നിങ്ങളെ വീട്ടിൽ നിന്ന് അമ്മച്ചി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഫാദർ ചോദിക്കുന്നു, നീ എന്തെടുക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നു, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവർക്കറിയാം, നിങ്ങൾ ജീവിതത്തിൽ വിദ്യാർത്ഥിയാണ്, ഒക്കെയാണ്. ആ സമയത്ത് ആ മൂമെന്റിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ കാര്യം പറയാനാണ് നമ്മൾ താൽക്കാലിക വർത്തമാനകാലം ഉപയോഗിക്കുന്നത്.
സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളൊരാൾ ചോദിക്കുന്നു, മകളെ ഫാദർ വീട്ടിലുണ്ടോ? അപ്പം നിങ്ങൾ പറയുന്ന സമയം എന്തേ 1 മണി. ഫാദർ ഇപ്പോൾ വീട്ടിൽ ഉണ്ട് ഇല്ല, നിങ്ങൾ പോയി നോക്കൂ, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് ചേർത്തോളൂ എന്നാണ് നമ്മൾ പറയുക. അപ്പം നമ്മൾ പറയും നമുക്ക് ഉറപ്പില്ല, പക്ഷേ നമുക്ക് ഏതാണ്ട് സമയം നമുക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഇങ്ങനെ നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മളത് 1 മണിയായില്ലേ, ഓ ഇപ്പോൾ ഫാദർ വീട്ടിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇല്ല ഇല്ല എന്നാണ് പറയുക? എന്നാൽ രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടില്ല എന്നാണോ പറയുക? അല്ല, എന്താ പറയുക? ഫാദർ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാവാം. ഈ ഉണ്ടാവാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ട് എന്നാണോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നാണ്. ഇല്ല എന്നാണോ? അല്ല. അപ്പോൾ ഉണ്ടാവാം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം ഉണ്ട് എന്നോ ഇല്ല എന്നല്ല, 50-50 അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ സാമാന്യ വർത്തമാനകാലത്തിൽ നിന്നും താൽക്കാലിക വർത്തമാനകാലത്തിലും സന്ദിഗ്ധ വർത്തമാനകാലത്തിലും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഓരോന്നും കൃത്യമായിട്ട് ഉദാഹരണ സഹിതം കൂടുതൽ മനസ്സിലാക്കി ഓരോ സെന്റൻസിലും ഏതൊക്കെ രീതിയിലാണ് സെന്റൻസ് അവസാനിപ്പിക്കേണ്ടത്, എന്തൊക്കെ വാക്കുകൾ ചേർക്കുമാണ് ഒരു കാലത്ത് നിന്ന് മറ്റൊരു കാലത്തിലേക്ക് ഒരേ വാക്യം തന്നെ മാറി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന ഭാഷകളെ കാര്യങ്ങൾ മുഴുവൻ ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്യാനും മാറ്റം ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഫ്ലുവൻ്റ് ആയി നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റൂ. അതോരാതെ ഹിന്ദി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ കുറേ വാക്കിന്റെ അർത്ഥം പഠിച്ച് അത് നിരത്തി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ സാധ്യമല്ല. കുറച്ച് വിഭക്തി പ്രത്യയങ്ങളും സർവ്വനാമങ്ങളും മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതൊക്കെ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ അസ്ത്ര ബാച്ചിൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഗംഭീരമായിട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഭൂതകാലം നമുക്ക് 6 എണ്ണം പഠിക്കാനുണ്ട്, വർത്തമാനകാലം നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട്, ഭാവി കാലം നമുക്ക് 2 എണ്ണം പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാമർ, സക്ക് ചുക്ക് ലിഗ് പഠിച്ച് ആക്കിയുടെ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ തെറ്റുകൂടാതെ നിങ്ങൾ ഹിന്ദി എഴുതാനും സംസാരിക്കാനും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കാനും സാധ്യമാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. അസ്ത്ര ബാച്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് പ്ലാൻ 4249 രൂപയുടെ ബാച്ച് ഉണ്ട്, 5249 രൂപയുടെ ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോ പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉണ്ട്, അത് 6249 രൂപയാണ്. ഇങ്ങനെ ഇഷ്ടമുള്ള ബാച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എല്ലാം SSLC ബാച്ചുകളാണ്. എന്താണ് ഒന്നിൽ നിന്ന് മറ്റൊരു ബാച്ചിന്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾ ഈ നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ സീറ്റ് ഉറപ്പുവരുത്തുക. കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുക. SSLC നമുക്ക് ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട്, ഹിന്ദി നമുക്ക് ഫുൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. എല്ലാ ബേസിക് ഗ്രാമറുകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വെക്കേഷനിൽ നമ്മൾ പഠിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മറക്കാതിരിക്കുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബൈ.